ഹലോ ഗുഡ് ഈവനിങ് എവ്രിവൺ. ഇതൊക്കെയുണ്ട്. ഇപ്പൊ നമ്മളെ യൂണിക് ടോക്ക് 62 ആണല്ലേ ഇന്ന്. 62ാമത്തെ ആഴ്ചയായി നമ്മൾ എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണി 8:15 സമയത്ത് നിന്ന് ഓരോ ക്ലാസ്സൊക്കെ ഓരോ ടോപ്പിക്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒരു എന്താ പറയാ ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റിയാണിത്. നമ്മളും കുറെ കാര്യങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്ന് പഠിക്കുന്നുണ്ട്, നിങ്ങളും നമ്മളെടുത്ത് നിന്ന് പഠിക്കുന്നത്. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അടിപൊളിയായി പോകുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. എന്തായാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കണ്ടതിൽ ഒരുപാട് സന്തോഷം. കുറേ തിരക്കുകൾ നമുക്കുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മളെ ചോയ്സുകളാണ് നമ്മളെല്ലാം ഡിസൈഡ് ചെയ്യാന്നല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് ഇവിടെ യൂണിക് ടോക്കിൽ വന്ന് ഇവിടെ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാന്നുള്ള ഒരു ചോയ്സ് നിങ്ങൾ എടുത്തിട്ടില്ലത്, നിങ്ങൾക്കുള്ളിൽ എവിടേക്കെയോ എനിക്ക് മാറണം, അല്ലെങ്കിൽ എനിക്ക് കുറെ കൂടെ ബെറ്റർ ആവണം, എനിക്ക് എന്റെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്നുള്ളൊരു പോസിറ്റീവ് ചിന്താഗതി ഉള്ളതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഫോണിൽ സ്ക്രോൾ ചെയ്തിരിക്കായിരുന്നോ, മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യായിരുന്നു. ഇതൊന്നും ഇല്ലാണ്ട് നമ്മളെ സെൽഫിനോടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ ഓരോരുത്തരും അപ്രീഷിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഇത്രയും അടിപൊളി ആയതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്നുള്ള ആദ്യം മനസ്സിലാക്കുക. പിന്നെ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തായാലും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഫുള്ള് ഇവിടെ പറയുന്നത് കിട്ടണമെങ്കിൽ വീഡിയോ മോഡിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ യാത്രയിലോ മറ്റു തിരക്കിലൊന്നും അല്ല എങ്കിൽ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. കാരണം അതൊന്നും കൂടെ നിങ്ങൾക്കും എനർജിക്കും കാണുന്ന നമുക്കും ഒന്നും കൂടെ കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങൾ ആ ഒരു എന്താ പറയുക എനർജി വൈബ് നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടി പറ്റും. എന്ന് വെച്ച് ഒന്ന് ക്ലാസ് എടുക്കുന്ന ആരാന്നല്ലേ പോസ്റ്ററിൽ ആരെങ്കിലും ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ ഓഫീസർ ഒന്നുമില്ല, നമ്മളൊരു സ്റ്റുഡന്റ് ആണ് ഇന്ന് എടുക്കുന്നത്. യുണീക്ക് എക്സ് ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, ചിലർക്ക് അറിയുന്നുണ്ടോ? അതിൽ നമ്മൾ കഴിഞ്ഞ ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ഷെമില മാം എന്നാണ് പേര്. ആളെയോട് ഷാർജയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഓൺലൈനായിട്ട് നമ്മൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു, പിന്നെ ഒരു ഓഫ്ലൈൻ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല നമ്മളൊരു ഇപ്പോൾ എന്താ പറയുക അതിന്റെ മുന്നത്തെ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ് ഇപ്പോഴും. നമ്മൾ ചില സ്റ്റുഡൻസിന്റെ കൂടെ പറയാറില്ല, ഇപ്പോഴും അവർ കണക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ആളെ സൈഡ് ഒരു 100% ഞാൻ എങ്ങനെയെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് ആ ചേള. ആ ഒരു എനർജി നിങ്ങൾക്ക് എന്തായാലും സെഷനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കൊടുത്തിട്ടുണ്ടായിരുന്ന ടോപ്പിക്ക് നമ്മൾ അതായിരുന്നു, നിങ്ങളെ ഹൃദയം നിങ്ങളെ ചിന്ത അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ആൾ ഉദ്ദേശിക്കുന്നത്. കുറെ ഇവിടെ നമ്മൾ പറയുന്ന പോലെ നമ്മളാരും ഇന്നലെ കണ്ടുപിടിച്ച തേറി ഒന്നുമില്ല സംസാരിക്കുന്നത്. നമുക്ക് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിച്ച് അതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ യൂണിക് ടോക്കിൽ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മൈൻഡിൽ വെക്കാൻ മൂന്ന് കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഇരിക്കുക. ചെറിയ കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ആവുമല്ലോ, എന്തായിരിക്കും ആൾ പറയാൻ പോകുന്നുണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങൾ ആൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ഒരു മെന്റാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യൂണിക് ടോക്കിൽ നല്ല കേട്ടോ, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ, കാരണം അവിടെ പറയുന്നത് എന്താണെന്നില്ല കറക്റ്റ് നമുക്ക് 100% അവിടുന്ന് കിട്ടും ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ജഡ്ജ്മെന്റൽ സ്റ്റേറ്റിലോ ഓളിപ്പോ പറയുന്നത് ശരിയാണോ, അങ്ങനെ തന്നെയാണോ പറയേണ്ടത്, അങ്ങനെ കുറെ കൺഫ്യൂഷൻ ആവും. അതൊന്നും ഇല്ലാണ്ട് ബെസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനെ ഇരിക്കുക. നമ്മളൊക്കെ സിമ്പിൾ ആണ്, നമ്മളൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയുന്നവരും കുറെ കാര്യങ്ങൾ അറിയാത്തവരും ഇൻപെർഫെക്റ്റ് ആണ്. ഇതിനെ സെറ്റ് ചെയ്ത് നമുക്ക് ക്ലാസ് എടുക്കുന്ന ആളും നമ്മളെ പോലത്തെ ഒരാളാണ് എന്നുള്ളൊരു മെന്റാലിറ്റി വെക്കുക. എപ്പോഴും ഒരു നിറഞ്ഞ കപ്പായിട്ട് ഇരിക്കാതിരിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം, എന്നാലും കുറച്ചുകൂടെ അറിയാനുണ്ട് എന്നില്ല. ഞാൻ ഇനിയും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ചടപ്പിക്കുന്നില്ല. നമുക്ക് ഷെമില മാമിനെ ഇൻവൈറ്റ് ചെയ്യാം, കൂടെ ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ടൈം ഇതിൽ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തല്ലോ, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. വെള്ളിന്റെ സെഷനിൽ വെൽക്കം ചെയ്യാണ്. വെൽക്കം ഷെമില മാം. താങ്ക് യു സോ മച്ച് മിസ്ന. എല്ലാവരോടും അസ്സാം വലൈക്കും. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ്. കാരണം യൂണിക് ടോക്ക് തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ മേ ബി ഒരു 6-7 മുതലേ ഞാൻ എന്നും യൂണിക് ടോക്ക് മിസ്സാവാണ്ട് കേൾക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു സെയിം സ്ഥലത്ത് വന്നിരുന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട്. അതിന് മിസ്നോടും ഹഫ്സൽ സാറിനോടും ഒക്കെ എനിക്ക് ഒരുപാട് കടമയും എന്താ പറയുക നന്ദിയും ഞാൻ പറയണം ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം. എനിക്കിന്ന് കിട്ടിയ ടോപ്പിക് എന്ന് വെച്ചാൽ ട്രെയിനിങ് യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ് ടു ബി കാം. നമ്മുടെ ഹൃദയവും മനസ്സും രണ്ടും ശാന്തമായിട്ട് അച്ചടക്കത്തോടെ എങ്ങനെ നമുക്ക് കൊണ്ടടക്കാം എന്നുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ എല്ലാവരും സ്ട്രെസ്സുള്ള ആൾക്കാരാണ് അല്ലേ? ഒന്നല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട്. സ്റ്റുഡൻസ് ആണെങ്കിൽ എക്സാമിൻ്റെ സ്ട്രെസ്സ്, പേരൻസ് ആണെങ്കിൽ കുട്ടികളുടെ സ്ട്രെസ്സ്, വർക്കിൽ സ്ട്രെസ്സ്, വീട്ടു ജോലികളുടെ സ്ട്രെസ്സ്, അങ്ങനെ പല സ്ട്രെസ്സിലൂടെയും നമ്മൾ കടന്നു പോകുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ ഈ സ്ട്രെസ്സിൻ്റെ ഇടയിലൂടെ നമ്മൾ എങ്ങനെ കാമായിട്ട് എങ്ങനെ നമ്മൾ സന്തോഷത്തോടെ നമുക്ക്
ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ സ്ട്രെസ് ഇപ്പോൾ എവിടുന്നാണ് വരുന്നത്? നമ്മളിപ്പോൾ ചോദിക്കുകയാണ് സ്ട്രെസ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ട്രെസ് ഉള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക? നമുക്ക് ജോലിയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക സ്ട്രെസ് എന്ന്. പക്ഷെ ശരിക്കും സ്ട്രെസ് അതുകൊണ്ടാണോ ഉള്ളത്? നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കുക. അതുകൊണ്ടാണോ സ്ട്രെസ് വരുന്നത്? പുറത്തത്തെ വേൾഡാണോ? ശരിക്കും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ വേൾഡ്, നമ്മുടെ ഉള്ളിലെ മനസ്സ് ശരിയാവാത്തത് കൊണ്ടാണ് നമ്മൾ കുറേയൊക്കെ സ്ട്രെസ്സിലോട്ട് പോകുന്നത്. കാരണം സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മൾ പറയും സാരല്ല പോട്ടെ എന്ന് പറയും. പക്ഷെ ചില സമയത്ത് അവർ അതേ സംഗതി ചെയ്തു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് നമ്മൾ ചിലപ്പോൾ ചീത്ത അറിയും, അടിക്കും, ഒക്കെ നമ്മൾ ചെയ്തു പോകും. അപ്പോൾ കുട്ടി തന്നെ ചിലപ്പോൾ വണ്ടറായി നിൽക്കുന്നുണ്ടാവും, എന്തപ്പോൾ ഞാൻ സാധാരണ ചെയ്തു തന്നെയല്ലേ ചെയ്ത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കാമല്ലെങ്കിൽ, നമ്മുടെ ഉള്ളിലൊരു ശാന്തത ഇല്ലെങ്കിൽ നമ്മൾ പുറത്തും അത് കാണിക്കാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് നമ്മുടെ കാംനെസ്, നമ്മുടെ ഡിസിപ്ലിൻ, നമ്മുടെ അച്ചടക്കം കാണിക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലത്തെ വേൾഡ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ പുറത്തും അതേപോലെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. പുറം ലോകം ഒരിക്കലും എന്താ പറയുക ഫുള്ളി നമുക്ക് മാറ്റാൻ പറ്റില്ല, മറ്റുള്ള ആൾക്കാരെയും നമുക്ക് മാറ്റാൻ പറ്റില്ല. എല്ലാവരും എന്താ പറയുക അവരവരുടെ ജീവിതങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോയിട്ട് നിങ്ങളത് ചെയ്യുന്നത് ശരിയല്ല, ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മളാണ്. നമുക്ക് നമ്മളെ മാറ്റാം, നമ്മളോട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഷെമില അങ്ങനെ ചെയ്യണ്ട, അവരങ്ങനെ പ്രതികരിക്കുമ്പോൾ മിണ്ടാതിരിക്കുക എന്ന് എന്നോട് പറയാം. എനിക്ക് മിസ്സിനോടോ ഇവിടെ ഇരിക്കുന്ന വേറൊരാളോടോ പറയാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള അധികാരം എനിക്കില്ല. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതാണ് എവിടുന്നാണ് സ്ട്രെസ്സ് വരുന്നത് എന്നുള്ളത്. ഇനി പിന്നെ പറയാം, നമ്മൾ പറയും ചില ആൾക്കാർ ശാന്തമായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയും എന്താ അവർക്ക് എപ്പോഴും ഭയങ്കര കാമായിട്ടല്ലാതും ചെയ്യുക, എന്തൊരു അച്ചടക്കത്തോടെയാണ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ അച്ചടക്കവും കാംനെസ്സും ശാന്തമൊക്കെ പറഞ്ഞാൽ അത് ഗുണങ്ങളൊന്നുമല്ല. ഗുണങ്ങളായിട്ട് നമുക്ക് പറയാം, പക്ഷേ അത് ശരിക്കും ഒരു ഗുണം ആയിട്ടല്ല. ആരും അത് എന്താ പറയുക അച്ചടക്കത്തോടെ ജനിക്കുന്ന ആരും ഇല്ല. അവരവരുടെ ജീവിതം എങ്ങനെ, അവരുടെ പേരൻസ് അവരെങ്ങനെ വളർത്തിയത്, അതൊക്കെ കാരണമാണ് അവർ അങ്ങനെ ആയി മാറുന്നത്. അപ്പോൾ എന്താ പറയുക നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്കിൽസാണ്. നമുക്ക് എന്താ പറയുക അതിനെ ട്രെയിൻ ചെയ്തിട്ട് നമുക്കതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കഥ പറഞ്ഞു. എല്ലായിടത്തും കേട്ട കഥകളാണ്, എൻ്റെതായിട്ടുള്ള കഥയൊന്നുമല്ല. അപ്പോൾ ഒരു ടീച്ചറും ഒരു ഒരു ക്ലാസ്സിൽ വന്നിട്ട് ആ ക്ലാസ് ഫുള്ള് ബഹളമാണ്. അപ്പോൾ ഒരു ചൂടുള്ള ചായക്കപ്പ് കൊടുത്തിട്ട് ഒരു കുട്ടീനോട് പറയുക ഈ ക്ലാസ്സിലൂടെ ഇങ്ങനെ ഒന്ന് റൗണ്ട് എടുത്ത് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൂടുള്ള കപ്പാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്, ഫുള്ള് ചായയുണ്ട്, അത് ചിന്താണ്ട് നമ്മൾ ഫുള്ളൊരു റൗണ്ട് എടുത്ത് വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമുള്ള ക്ലാസ്സിൽ അത് നടക്കാത്ത കാര്യം. അപ്പോൾ ആ കുട്ടി എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? നമ്മളാണെങ്കിൽ എന്താ ചെയ്തിട്ടുണ്ടാവും? നമ്മൾ നല്ലോണം പിടിക്കും, വേറെ ഒരാൾ പറയണതും നമ്മൾ കേൾക്കൂല അല്ലേ? നമ്മൾ ആ ഫുൾ ഫോക്കസ് നമ്മൾ ആ ചായക്കപ്പിലും ആയിരിക്കും നമ്മുടെ ഫുൾ ഫോക്കസ്. എന്നിട്ട് നമ്മൾ മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മൾ ആ ഫോക്കസ് ഫുൾ അതിലോട്ട്. അതിൽ നിന്ന് ഒരു മിനിറ്റ് നമ്മൾ കണ്ണെടുക്കുമോ, ഒരു സെക്കൻഡ് കണ്ണെടുക്കുമോ? ഇല്ല, നമ്മൾ കണ്ണെടുക്കൂല. അങ്ങനെ നമ്മൾ ഫുള്ള് ഒരു റൗണ്ട് എടുത്തിട്ട് വരും. അപ്പോൾ ആ കുട്ടി ആ റൗണ്ട് എടുത്തിട്ട് വന്നപ്പോൾ ആ ടീച്ചർ ചോദിച്ചു എവിടെ നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ഫോക്കസ് എവിടെയായിരുന്നു? അപ്പോൾ എന്താ പറയുക ക്ലാസ്സിൽ നടന്ന ബഹളം കേട്ടിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അത് പറഞ്ഞത് കേട്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊന്നും കേട്ടിട്ടില്ല, കാരണം എൻ്റെ ഫുൾ ഫോക്കസ് എന്താ പറയുക ഈ ചായക്കപ്പിൽ മാത്രമായിരുന്നു, അത് ചിന്താണ്ട് ഇങ്ങോട്ട് എത്തണം എന്ന് മാത്രമായിരുന്നു എൻ്റെ ഫോക്കസ്. അപ്പം ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും പുറമെ
ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ഒരു ചെറിയ വാട്സപ്പ് മെസ്സേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സങ്കടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരാൾ ഒരു കമൻറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അന്നത്തെ മൂഡ് നമ്മുടെ പോയി. അല്ലെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് അപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത മെസ്സേജ് ആണെങ്കിൽ നമ്മുടെ മൂഡ് ചിലപ്പം പോവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ നമുക്കൊരു സാർക്കാസ്റ്റിക് ആയിട്ട് ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം പോയി. അന്ന് പിന്നെ അയാളോടുള്ള വൈരാഗ്യമായിരിക്കും നമ്മുടെ മനസ്സിൽ മുഴുവൻ. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ അവന് അങ്ങനെ, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സമാധാനം നമ്മളവിടെ കളയാം. നമ്മൾ നമ്മുടെ ഫോക്കസ് നമ്മളിൽ നിന്ന് മാറ്റിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അവരെന്ത് പറയും, അവരെന്ത് ചെയ്യും എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ കാംനെസ് അങ്ങ് പോവും. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാം, നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്താൽ. പിന്നെ ഓക്കെ, നമുക്ക് ഇനി എന്നാ പറയാം, കാംനെസ് ഓഫ് മൈൻഡ്. നമ്മുടെ മനസ്സിൻ്റെ കാംനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈലൻ്റ് ആയിട്ട് ഒരു ചായക്കപ്പ് കൊടുത്ത് ഒരു സീനറിയൊക്കെ കണ്ട്, അല്ലെങ്കിൽ ഒരു സിനിമ ഒക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് മോസ്റ്റ്ലി നമ്മൾ കാംനെസ്സിനോട് റിലേറ്റ് ചെയ്യാറ്. പക്ഷെ കാംനെസ് എന്ന് പറയുന്നത്, ശരിക്കും മനസ്സിൻ്റെ കാംനെസ് എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. നമുക്ക് സ്വന്തത്തിൻ്റെ അവെയർനെസ്, ഞാൻ എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി, അതിനോടൊപ്പം നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, രണ്ടും കൂടെ ഒന്നിച്ച് വരുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ള മനസ്സിൻ്റെ കാംനെസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഇമോഷൻസ് ഭയങ്കര സങ്കടം വരുന്ന സമയമോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ശരിക്കും പോലെ ചിന്തിക്കാനോ പ്രതികരിക്കാനോ ഒന്നും പറ്റില്ല. ആ സമയത്ത് നമ്മൾ ആ ഒരു ദേഷ്യത്തിൽ നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് ചിലപ്പോൾ അത് ശരിക്കുള്ള ഡിസിഷൻസോ അങ്ങനെയൊന്നും അതാവില്ല, ശരിക്കുള്ള ഡിസിഷൻസ് ആവില്ല. അതിൽ നമുക്ക് തെറ്റ് പറ്റിപ്പോവും ആ ഒരു സമയത്ത്. അതേപോലെ ഹൃദയത്തിൻ്റെ കാംനെസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ എടുത്തുചാട്ടവും എന്താ പറയുക, പെട്ടെന്നുള്ള തീരുമാനം എടുക്കലും വൈരാഗ്യം ഒക്കെ മാറ്റണം. എടുത്തുചാട്ടവും പെട്ടെന്നുള്ള തീരുമാനവും വൈരാഗ്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും കാംനെസ് കിട്ടുക. ഹൃദയത്തിൻ്റെ കാംനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആൾക്കാരെ ഫോർഗീവ് ചെയ്യാനും എന്താ പറയുക, ആ ഒരു ഇമോഷനിൽ റിക്കവർ ചെയ്യാനും ജീവിതത്തെ കൂടുതൽ ബാലൻസോടെ കാണാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയവും മനസ്സും രണ്ടും നമുക്ക് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ രണ്ടും വേറെയാണ് ആക്ച്വലി. ഒരു എക്സാമ്പിൾ പറയാം, ഒരു വണ്ടിയിലെ സ്റ്റിയറിംഗ് വീലും എൻജിനും പോലെയാണ്. രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റിയറിംഗ് വീൽ ഇല്ലാണ്ട് വണ്ടി ഓടിക്കാനും പറ്റില്ല, എൻജിൻ ഇല്ലാണ്ട് വണ്ടി ഓണാക്കാനും പറ്റില്ല. അതുപോലെയാണ് നമ്മുടെ കാമായ ഹാർട്ടും എന്താ പറയുക കാമായ മനസ്സും, രണ്ടും കാമാവണം. എന്നാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടും. നമ്മൾ പലരും മറ്റുള്ളവർ കമ്പയർ ചെയ്തിട്ടായിരിക്കും എന്താ പറയുക, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കേൾക്കും നമ്മളോട് കമ്പയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും, റെസ്റ്റ് ഒന്നും എടുക്കൂല. നമ്മൾ പല കാര്യങ്ങളും മൾട്ടി ടാസ്ക് ചെയ്തിട്ടും ഒക്കെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ മൾട്ടി ടാസ്ക് ചെയ്യുമ്പോഴും ഇതൊക്കെ ചെയ്തിട്ട് വളരുമ്പോൾ, ഒരു മിനിറ്റ്, സോറി സൂമിൽ നിന്ന് പുറത്തോട്ട് പോയി. ഓക്കെ, നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുന്ന ഉമ്മമാരെയും ഒക്കെ കണ്ടിട്ടാണ് അവർ ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കൂല. നമ്മുടെ ഉമ്മമാരൊന്നും, അവർ ഫുൾ ടൈം പണിയിലായിരിക്കും. ഒരു പണി വന്ന് ഒരു പണി മേൽക്ക് അങ്ങനെ അവർ ചാടിയിട്ടായിരിക്കും അവർ ഓരോന്നും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ആങ്സൈറ്റി, ഫ്രസ്ട്രേഷൻസ് ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ട്. അത് നമ്മൾ അങ്ങനത്തെ അഡൾട്ട്സായിട്ട് മാറും. കാരണം നമുക്ക് ഇമോഷണലായിട്ടുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടുന്നില്ല.
നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ സയൻസ്, മാത്സ്, എന്താ പറയുക, അവരെ മര്യാദകളൊക്കെ പഠിപ്പിക്കാൻ നമുക്ക് ഭയങ്കര ഇതായിരിക്കും. പക്ഷെ അവരെ എങ്ങനെയാണ് നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്, പഠിപ്പിക്കേണ്ടതൊന്നും നമ്മൾ എന്താ പറയുക, ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ സാധാരണ നമ്മൾ പഠിപ്പിക്കാറില്ല. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ഇനി പ്രശ്നങ്ങളില്ലാത്ത ജീവിതം അല്ലെങ്കിൽ ആർക്കും ഉണ്ടാവില്ല. പ്രോബ്ലംസിൻ്റെ ഉള്ളിൽ നമ്മൾ ആക്ച്വലി ശക്തി കണ്ടുപിടിക്കണം. നമ്മുടെ ഖുർആനിൽ നമ്മളോട് പറയുന്നുണ്ട് അള്ളാഹു എല്ലാവരോടും ക്ഷമിക്കണം എന്ന്. അപ്പോൾ ക്ഷമിക്കണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇമോഷൻസ് ഉണ്ട്, എല്ലായിടത്തും ഇമോഷൻസ് ഉണ്ട്. ദേഷ്യം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, എല്ലാതും ഉണ്ടാവും. അതുകൊണ്ടല്ല പടച്ചോൻ നമ്മളോട് എന്താ പറയുക ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താ പറയുക, ദേഷ്യപ്പെടരുത് അല്ലെങ്കിൽ സങ്കടപ്പെടരുത് അങ്ങനെ പറയായിരുന്നല്ലോ നമ്മളോട്. പക്ഷെ അങ്ങനെയല്ല നമ്മളോട് പറഞ്ഞത്, ക്ഷമിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമുക്ക് നമ്മുടെ യൂസുഫ് നബിയുടെ കഥ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാം. യൂസുഫ് നബീൻ്റെ കഥ എനിക്ക് ഫുള്ള് കഥ പറയണമെന്നില്ലല്ലോ, എനിക്ക് എന്താ പറയുക ചെറുതായിട്ട് ഞാൻ പറയും. ലൈക്ക് എന്താ പറയുക, യൂസുഫ് നബിനെ സ്വന്തം ബ്രദേഴ്സാണ് കൊണ്ടുപോയി കിണറ്റിലിട്ടത്. അവിടുന്ന് ആളെ അടിമയായിട്ട് എന്താ പറയുക വിൽക്കപ്പെട്ടു. ആളെ ഒരു രാജാവായിട്ട് പിന്നെ ഈ ബ്രദേഴ്സിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ആൾക്ക് റിവെഞ്ച് എടുക്കായിരുന്നു ഈ ബ്രദേഴ്സിനോട്, എന്നെ അന്ന് കിണറ്റിലിട്ടേന്. പക്ഷെ അതല്ല അവിടെ ചെയ്തത്. അതിന് പകരം അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എന്താ പറയുക, അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് നബിയുടെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആളുകൾ അദ്ദേഹത്തെ എത്ര അപമാനിച്ചിട്ടുണ്ട്, കളിയാക്കി കല്ലെറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ദേഷ്യം പ്രകടിപ്പിക്കാത്ത നബി എന്താ ചെയ്തത്, വളരെ മാന്യതയോടെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ദേഷ്യം വരും എന്താ പറയുക, എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ദേഷ്യം വരുമ്പോൾ നമ്മൾ സ്വയം നിയന്ത്രിക്കാൻ, ദേഷ്യം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കുന്ന ആളാണ് ഏറ്റവും ശക്തിയുള്ള ആള് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ വീണ്ടും ഇത് തന്നെ, ദേഷ്യം ഒരിക്കലും വരാത്തവനാണ് ശക്തൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ദേഷ്യം സാധാരണമാണ്, പക്ഷെ റിയാക്ഷനാണ് പ്രശ്നം. നമ്മൾ സാധാരണ നമുക്ക് രണ്ട് തരത്തിലെ ആൾക്കാരോട് റിയാക്ട് ചെയ്യും. ഒന്ന് റിയാക്ഷനാണ്, ഒന്ന് റെസ്പോൺസാണ്. ഈ റിയാക്ഷനും റെസ്പോൺസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിയാക്ഷൻ ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഒരു മരുന്ന് തരുന്ന സമയത്ത് അത് നല്ലപോലെ ആ മരുന്ന് നമുക്ക് എഫക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു റെസ്പോൺസാണ് എന്നാണ് പറയുക, അല്ലേ? അതിന് പകരം അത് നമുക്ക് വല്ല അലർജിയോ അങ്ങനെ എന്തെങ്കിലും തരികയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, അതിൽ ഒരു അത് ഒരു ബാഡ് റിയാക്ഷന് വന്നു എന്നാണ് പറയുക. അതാണ് റെസ്പോൺസും റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സയൻറ്റിഫിക്കലി നമ്മൾ അല്ലെങ്കിൽ സൈക്കോളജിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന് രണ്ട് സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് ഇമോഷണൽ, രണ്ടാമത്തത് ലോജിക്കൽ. ഈ ഇമോഷണൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ്, പെട്ടെന്ന് ആലോചിക്കാണ്ട് എടുത്തു ചാടുന്ന, അല്ലെങ്കിൽ എന്താ പറയുക ഏത് സിറ്റുവേഷനിൽ നിന്നിട്ട് എങ്ങനെ രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇമോഷണൽ സിസ്റ്റം. പിന്നെ രണ്ടാമത്തത് ലോജിക്കൽ സിസ്റ്റമാണ്. ലോജിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ശാന്തമായിട്ട് സ്ലോ ആയിട്ട് നല്ല വിവേകം ഉള്ളൊരു പാർട്ടാണ്. ലൈക്ക് എന്താ പറയുക, എല്ലാ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ ലോജിക്കൽ പാർട്ട്. അപ്പോൾ സ്ട്രെസ് ഉള്ള സമയത്ത് നമ്മൾ സാധാരണ നമ്മുടെ ഇമോഷണൽ ബ്രെയിനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ആ സമയത്ത് നമ്മുടെ ലോജിക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ബുദ്ധി അവിടെ വർക്ക് ചെയ്യൂല. അപ്പോൾ സ്ട്രെസ് ഉള്ള സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും തീരുമാനിക്കാതിരിക്കുക. നമ്മൾ ഒന്ന് പോസ് ചെയ്യാൻ നമ്മൾ സ്വയം ട്രെയിൻ ചെയ്യണം. നമ്മുടെ സെക്കൻഡ് ചിന്തിക്കണം, നമ്മുടെ ലോജിക്കൽ ബ്രെയിനിന് ഒരു ചാൻസ് കൊടുക്കണം അവിടെ വർക്ക് ചെയ്യാൻ. അത് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുക, ഒരു പോസ് കൊടുക്കുക നടുവിൽ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുന്ന സമയത്ത്, ഇപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മേലത്ത് ആരെങ്കിലും ഒരു വന്ന് ഗ്ലാസ് ചായ ഒഴിച്ചാൽ നമ്മൾ ഒരൊറ്റ ചാട്ടും രണ്ട് ചീത്ത പറയലായിരിക്കും പെട്ടെന്ന്. പക്ഷേ
നമ്മൾ അവിടെ ഒരു 2 സെക്കൻഡ് നമ്മൾ പോസ് ചെയ്തിട്ട് അയാൾക്കും നമ്മുടെ മേത്ത് ചായ ഒഴിക്കണം എന്നുള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അയാൾ വന്നിട്ട് ചായ ഒഴിച്ചത്. നമ്മൾ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ റിയാക്ട് ചെയ്യുക, പറയുക സാരില്ല, നമുക്ക് ഒരു ഷർട്ടല്ലേ അല്ലെങ്കിൽ ഒരു ഡ്രസ്സല്ലേ എന്ന് നമുക്ക് പറയാം. നമുക്ക് വേറെ എങ്ങനെയൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്യാം നമുക്ക് നമ്മുടെ മനസ്സിനെ എന്നുള്ളത് സെൽഫ് അവെയർനെസ്. നേരത്തെ പറഞ്ഞു നമ്മുടെ ട്രിഗേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ എന്ത് പറയുമ്പോഴാണ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ സങ്കടം വരുന്നത് എന്നൊക്കെ. അത് എന്താ പറയുക, അപ്പോൾ നെഗറ്റീവ് ഇമോഷൻസ് മാത്രമല്ല പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസും നമുക്ക് അവെയർ ആവണം. ലൈക്ക് എപ്പോഴാണ് നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് വരിക, അങ്ങനെയൊക്കെ നമ്മൾ അവെയർ ആവുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ ഹാപ്പി ആക്കാനും നമ്മളെ മോർ കാമാക്കാനും നമുക്ക് പറ്റുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പോസ് ചെയ്യാൻ ശീലിക്കുക. നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വയം ഒരു 2 സെക്കൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ശ്വാസം എടുക്കുക. ആ ഒരു ഇമോഷണൽ ബ്രെയിനിനെ മറികടന്നിട്ട് നമുക്ക് നമ്മുടെ ലോജിക്കൽ ബ്രെയിനിനോട് കയറി വരാൻ പറയാം. ആ ഒരു സമയം നമുക്ക് അവർക്ക് അവിടെ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ എന്താ പറയുക മനസ്സിനെ ഒന്ന് ശാന്തമാക്കി വെക്കാൻ പറ്റും. പിന്നെ വേറെ ഉള്ളത് റെഡ്യൂസിങ് ദ നോയ്സ് എന്ന് പറയും. റെഡ്യൂസിങ് ദ നോയ്സ് എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള ശബ്ദങ്ങൾ നമ്മൾ കുറക്കുക. അത് ശബ്ദങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളുടെ ഭർത്താവിൻ്റെ ശബ്ദങ്ങളൊക്കെ കുറക്കുക എന്നല്ല. നമ്മളെ ഈ ഫോണാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു കാലത്ത് ഭയങ്കര നോയ്സ് ആയിട്ടുള്ളത്. നമ്മൾ ഒരു നല്ലൊരു ഹാപ്പി മൂഡിൽ നടക്കുന്ന സമയത്ത് നമുക്ക് ഓഫീസിൽ നിന്ന് ഒരു ടിങ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വന്നല്ലോ പഠിച്ചോനെ ഓഫീസിൽ നിന്നുള്ള മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അന്നത്തെ മൂഡ് പോകും. അപ്പോൾ എന്താ പറയുക, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മുടെ ഇമോഷൻസ് പെട്ടെന്ന് ചാടിക്കിടക്കാൻ ഈ ഒരു ഫോണ് കാരണമാണ്. അപ്പോൾ ഒരു ബീപ്പോ ഒരു നോട്ടിഫിക്കേഷൻ ഒരു വാട്സപ്പ് മെസ്സേജ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എല്ലാ നോട്ടിഫിക്കേഷനും ഓഫാക്കി വെക്കുക അല്ലെങ്കിൽ മ്യൂട്ടാക്കി വെക്കുക. നമ്മുടെ മനസ്സിന് ശ്വാസം എടുക്കാനുള്ള ഒരു സ്പേസ് ആവും അത്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാണ്ട് പല കാര്യങ്ങളിലേക്കും നമ്മൾ പോവും. പിന്നെ വേറൊരു തരത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത് മെൻ്റൽ എക്സസൈസസ് ആണ്. എന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് സൈലൻ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക. ഈ കാര്യങ്ങൾ സിമ്പിളായിരിക്കും പക്ഷെ ഭയങ്കര പവർഫുള്ളാണ്. ഗ്രാറ്റിറ്റ്യൂഡൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ക്രിയേറ്ററിനോട് താങ്ക്ഫുൾ ആവുകയാണ് അവിടെ. അങ്ങനെ നമ്മൾ ആ ഒരു 10 മിനിറ്റ് നമുക്ക് തന്ന കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമുക്കില്ല എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ ഒരു കുറേ കാര്യങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ അതിനേക്കാളും എത്രയോ ഇരട്ടി ആണ് പടച്ചോന് നമുക്ക് തന്നിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു 10 മിനിറ്റ് ഒരു 10 കാര്യങ്ങൾ എഴുതിയാൽ മതി ദിവസവും, എന്താ പറയുക, ഗ്രാറ്റിറ്റ്യൂഡായിട്ട്. അപ്പോൾ ആ ഒരു നന്ദി നമ്മുടെ ക്രിയേറ്ററിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് PM ഗഫൂറിൻ്റെ ഇതിലൊക്കെ നമ്മൾ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് പടച്ചോന് നമുക്ക് കൂടുതൽ തരും എന്നുള്ളത്. അത് വളരെ സത്യമാണ്. ഞാനൊക്കെ അത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് നമുക്ക് എവിടെയെന്നില്ലാണ്ടുള്ള സന്തോഷങ്ങളും മാറ്റങ്ങളും ഒക്കെ നമുക്ക് എന്താ പറയുക അനുഭവിക്കാൻ പറ്റും എന്ന് പറയൂലേ. ചിലപ്പോൾ അതിൻ്റെ മുന്നേ നടക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ അറിയുന്നില്ല. അത് അവെയറല്ല. നമുക്ക് അതൊന്നും കാണാനുള്ള നമ്മുടെ മനസ്സിലുള്ള സ്പേസ് ഇല്ല. കാരണം നമ്മൾ ഇല്ല എന്നുള്ളൊരു കാര്യത്തിലോട്ട് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ മനസ്സിനെ ഇങ്ങനെയൊക്കെ മാറ്റാം. നമുക്ക് സെൽഫ് അവെയർനെസ്, പോസ് ചെയ്യാൻ പഠിക്കൽ, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള ശബ്ദങ്ങൾ കുറക്കുക, പിന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷന് ഒക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാം. നമുക്ക് ഹൃദയത്തെ എങ്ങനെ ട്രെയിൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യം ഉണ്ടാവുന്ന സമയത്തും ഏതൊരു എന്താ പറയുക നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിലൊരു
കാര്യം ഉണ്ടാവുന്ന സമയത്ത്, നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, ഈ ഒരു റിയാക്ഷൻ ഇന്ന് കൊടുക്കുമ്പോൾ ഇത് നാളേക്ക് എനിക്ക് എന്നുവെച്ചാൽ ഇത് ഇന്ന് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നും, പക്ഷെ നാളേക്ക് ഇത് എനിക്ക് വലിയൊരു കാര്യം തന്നെ ആവുമോ, ഇത് വലിയ പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ചിലപ്പം മിക്ക സമയത്തും ഇല്ലയെന്നായിരിക്കും ആൻസർ. എന്താ പറയുക, ഒരു പ്രശ്നത്തിൽ നമ്മൾ, എനിക്ക് എക്സാമ്പിൾ പറയാൻ കിട്ടുന്നില്ല, മിക്കപ്പോഴും ആൻസർ ഇല്ല എന്നായിരിക്കും. എന്നാൽ നമ്മൾ പ്രതികരിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഓരോ പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് പ്രതികരിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ, ആ ഒരു പ്രശ്നം ചിലപ്പോൾ നമ്മൾ വർഷങ്ങളോളം നീണ്ടുപോകും. നമ്മളിപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്താ പറയുക, എന്തിനാ പ്രശ്നം ഉണ്ടായെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ എന്നാലും അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത് നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ എപ്പോഴും ആലോചിക്കുക ഈ ഒരു കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത്. പിന്നെ നമ്മൾ ക്ഷമിക്കുക. ക്ഷമ എന്നുള്ളത് എന്താ പറയുക, നന്ദി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലവരും എന്താ പറയുക വിചാരിക്കുന്ന കാര്യമാണ് ക്ഷമിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര വീക്കായിട്ടുള്ളൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ഞാൻ എന്താ പറയുക ഭയങ്കര സ്ട്രോങ് ആണ്, ഞാൻ എനിക്ക് ക്ഷമിച്ചു കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല, ഞാൻ ആരാണെന്ന് അറിയോ എന്നാണ് നമ്മൾ സാധാരണ പറയുക. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇത് നമ്മളൊരാൾക്ക് ക്ഷമിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അയാൾക്കല്ല ഉപകാരം ചെയ്യണം, നമ്മളോടാണ് ഉപകാരം ചെയ്യുന്നത്. അത് നമ്മുടെ മനസ്സിന് എത്ര റാഹത്തും എന്താ പറയുക ഭയങ്കര കാംനെസ്, നമ്മൾ ആ ഒരു കാര്യം നമ്മളെ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കും. ഒരുപാട് നമ്മൾ ചെറുപ്പത്തിൽ ഉണ്ടായിപ്പോയ കാര്യങ്ങൾ വരെ നമ്മളെ ജീവിതത്തിൽ ഇപ്പോഴും നമ്മൾ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും ഈ ഫോർഗിവ്നെസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. നമ്മൾ ഇത്രയും കാലം ആ ഒരു കാര്യമൊക്കെ ഞാൻ ഇപ്പോഴും മനസ്സിലിട്ടിട്ട് നടക്കുകയാണോ എന്നുള്ളത്, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായോ എന്നുള്ളതൊക്കെ നമ്മൾ വണ്ടർ അടിച്ചു പോകും. അതേപോലെ അത് ചെറിയ ഒരു കാര്യം നമ്മുടെ പടച്ചോൻ എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നവനാണ് എന്ന് പറയും. അതിനേക്കാളും വലിയവനല്ലല്ലോ, വലിയൊരു ആൾ വേറെ ഒന്നുമില്ലല്ലോ, പടച്ചോനേക്കാളും വലുതാരും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വൈരാഗ്യങ്ങളും എന്താ പറയുക, മനസ്സ് നമ്മൾ ഡീക്ലട്ടർ ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാതും പൊടി തട്ടി മാറാലൊക്കെ തട്ടി ഫുള്ള് ക്ലീൻ ആക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് നന്നേട് വേണ്ട, എന്താ പറയുക വേറെ ആൾക്കാരോടുള്ള വൈരാഗ്യം വേണ്ട, നമുക്ക് സമാധാനം മതി. നമുക്ക് സമാധാനം ഉണ്ടായാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും സമാധാനം ഉണ്ടാവും. അത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഓളങ്ങളായിട്ട് പോവും. അത് എന്താ പറയുക ഫസ്റ്റ് നമ്മളിൽ തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ റിമെമ്പറൻസ് ഓഫ് ഗോഡ്, നമ്മൾ ദിക്റുകളായാലും നമ്മൾ ഏതൊരു എന്താ പറയുക മതത്തിലാണെങ്കിലും നമുക്ക് നമ്മുടെ ക്രിയേറ്ററിനെ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ലോർഡിനെ എന്താ പറയുക റിമെമ്പർ ചെയ്യാൻ ഓരോരോ വഴികളുണ്ടാവും. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊന്നിലോട്ടും നമ്മുടെ ശ്രദ്ധ കൊടുക്കാണ്ട് അതിലോട്ട് ഒരു 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് നമ്മൾ പറയുന്നത് എന്താണ് നമ്മൾ പറയുന്നത് എന്ന് ആലോചിച്ച് സാവധാനത്തിൽ നമ്മൾ പറയുക. ഓരോന്ന് ലൈക്ക് നമ്മൾ ആ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളോട് പറയുന്ന ഓരോരോ വാക്യങ്ങളുണ്ട്. അത് ശരിക്കും നമ്മുടെ എന്താ പറയുക ഹാർട്ട് ബീറ്റും അതും കൂടെ ഒന്ന് ലെവലാവാനുണ്ട്. അത് നമ്മൾ പറയുന്ന സമയത്ത് അത്രയും കാമോടെ ശ്രദ്ധയോടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ഹാർട്ട് ബീറ്റ് നമുക്ക് കാണാം. നമ്മൾ എത്ര ടെൻഷനിലാണെങ്കിലും ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് വരുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാവും. അത് എന്താ പറയുക നമ്മളിത് സ്പിരിച്വലായിട്ട് മാത്രമല്ല സൈക്കോളജിക്കലിയും നമ്മുടെ മനസ്സിനത് വളരെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും 2 മിനിറ്റ് കണ്ണടച്ചിട്ട് ഒന്ന് ആലോചിക്കാം നമുക്ക് എന്തൊക്കെയാണ് ലൈക്ക് ലാസ്റ്റായിട്ട് നമ്മൾ എപ്പോഴാണ് ഇങ്ങനെ എടുത്തു ചാടിയിട്ട് ഒരാളോട് പ്രതികരിച്ചത് എന്നുള്ളത്. ആ ഒരു പ്രതികരിച്ച സമയത്ത് എന്താണ് ശരിക്കും ആ ആളോടാണോ നമുക്ക് ദേഷ്യം വന്നത്, അല്ല ആ സമയത്ത് നമുക്ക് നമ്മളുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ആയിരുന്നോ?
വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ അയാളോട് നമ്മൾ എടുത്ത് ചാടിയത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ലൈക്ക് എന്താണ് നമ്മൾ അന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ആ പറഞ്ഞതിൽ ഇപ്പം നമുക്ക് റിഗ്രറ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് 2 മിനിറ്റ് നമുക്ക് ആലോചിക്കാം. ഈ ഈ മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ ഇങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മളന്ന് പറഞ്ഞു പോലെ ഇതൊന്നും ഫെയിലിയേഴ്സ് അല്ല. നമ്മൾ പറഞ്ഞു പോയി, പക്ഷെ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, നമ്മളെന്തായാലും പറഞ്ഞു പോവും. ഇനി ഈ ഇരിക്കുന്ന ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ ഇതൊക്കെ പഠിക്കുന്നുണ്ട്, നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ എന്താ പറയുക, ഫുള്ളി പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനൊന്നും ആവാൻ പോണില്ല. പക്ഷേ നമുക്ക് ആ അവെയർനെസ് ഉണ്ടല്ലോ, ഓക്കെ നമ്മളിത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള ഒരു ഇത്, അതാണ് വേണ്ടത്. എല്ലാവരും തിരിച്ചു വരാം. പിന്നെ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. നമുക്ക് നിർത്തുന്ന സമയത്ത് ഒന്നുകൂടെ പറയാന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ 2 തരത്തിലുള്ള സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് 2 ചെന്നായ്ക്കളെ പോലെയാണ്, അല്ലെങ്കിൽ 2 ആട്ടുംകുട്ടികളെ പോലെയാണ് എന്നൊക്കെ പറയാം. അത് ഒന്ന് നമ്മളെ വേഗം ദേഷ്യപ്പെടുത്തും, നമ്മളെ വേഗം പാനിക്കാക്കും, നമ്മളെ ബാഡ് സൈഡ്. വേറൊന്ന് നമ്മളെ ഫൊഗീവ് ചെയ്യാനും നമ്മൾ എന്താ പറയുക നല്ലപോലെ ചിന്തിക്കാനും ഒക്കെ എന്താ പറയുക ഇതാക്കുന്ന രണ്ടാമത്തെ ഒരു മനസ്സ്. ഈ 2 മനസ്സും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത് രണ്ടും നമ്മളുടെ ഉള്ളിൽ നിന്ന് പോവാനും പോണില്ല. പക്ഷെ നമ്മൾ ഏതിനെയാണ് കൂടുതൽ തീറ്റിപ്പോറ്റുന്നത് അതായിരിക്കും നമ്മളെ മുഖത്ത് കാണുക, അല്ലെങ്കിൽ പുറത്തെ ബിഹേവിയറിൽ കാണുക. അതാണ് എനിക്ക് ഏറ്റവും ലാസ്റ്റ് പറയാനുള്ളത്. ഈ ശാന്തത, അച്ചടക്കം എന്നൊക്കെ പറയുന്നത് ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര കർക്കശമായ കാര്യങ്ങളൊന്നുമല്ല. രണ്ടും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഒരു ഭാഗമാണ്. സോ നമുക്കൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫോ വേണമെങ്കിൽ നമ്മളിൽ നിന്ന് ഇന്നിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് തുടങ്ങേണ്ട കാര്യങ്ങളാണ്. ഒന്നും മറ്റുള്ള ആൾക്കാരിലോ അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള സാഹചര്യങ്ങളെ മാറ്റേണ്ട കാര്യങ്ങളൊന്നുമല്ല. എല്ലാതും നമ്മളുടെ ഉള്ളിൽ നിന്ന് തുടങ്ങേണ്ട കാര്യമാണ്. നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ പടച്ചോനോട് പറയുക. തവക്കുൽ എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ പടച്ചോനോട് പറയുക, എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. പടച്ചോനോടാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, വേറൊരാളോടും അല്ലല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാം സൃഷ്ടിച്ച് എല്ലാം പരിപാലിക്കുന്ന പടച്ചോനോടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മൂപ്പർക്ക് ഇതൊക്കെ സില്ലി ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പടച്ചോനോട് ആണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഓർമ്മയിൽ ആ ഒരു ഇത് മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മളോട് സബൂറാവാനാണ് പറഞ്ഞിട്ടുള്ളത്. സബൂറാവുക, തവക്കുൽ ചെയ്യുക, സബൂറാവുക. അതാണ് അവസാനമായി പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുറേ കാര്യങ്ങൾ പറഞ്ഞതിൽ ചിലപ്പോൾ എല്ലാതൊന്നും എല്ലാവർക്കും മനസ്സിലേക്ക് പോയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു സിമ്പിൾ കാര്യം ഞാൻ ലാസ്റ്റ് പറഞ്ഞു വിടാം. സോറി, കുറേ നേരം ഞാൻ അവസാനിപ്പിക്കാന്ന് പറയുന്നത് അവസാനിപ്പിക്കണില്ല. പക്ഷെ എന്നാലും അവസാനമായിട്ട് ഒരു 3 Ds ഇത് ഓർമ്മ വെച്ചാൽ മതി. ഡിലേ, ഡിസ്റ്റൻസ് ആൻഡ് ദെൻ ഡിസൈഡ്. ഓക്കെ, നമ്മൾ പോസ് ചെയ്യുക 2 മിനിറ്റ്. ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് റിയാക്ട് ചെയ്യാണ്ട് 2 സെക്കൻഡ് നമ്മൾ ഡിലേ ചെയ്യുക. നമ്മൾക്ക് ഇനി ആ ഡിലേ ചെയ്തിട്ടും നമുക്കൊരു എന്താ പറയുക ഇത് കിട്ടുന്നില്ല, നമുക്ക് ആ റിയാക്ഷൻ്റെ പവർ ഭയങ്കര സ്ട്രോങ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളൊന്ന് മാറി നിൽക്കുക. ചിലപ്പം അപ്പുറത്തെ റൂമിലോട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇമോഷണലി ഷട്ട് ഡൗൺ ചെയ്തിട്ട് എന്താ പറയുക നമുക്ക് മാറി നിൽക്കാനും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ ഇമോഷണലി ഒന്ന് ഷട്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് ഡിസൈഡ് ചെയ്യുക. നമ്മൾ ദേഷ്യത്തിൽ നിന്നോ സങ്കടത്തിൽ നിന്നോ ഒന്നും നമ്മൾ ഡിസിഷൻസ് എടുക്കാതിരിക്കുക. അത് നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ ചുറ്റുള്ളവരെ അത് കൂടുതൽ വേദനിപ്പിക്കും എന്നുള്ളത് ഓർമ്മ വെക്കാം. ഇങ്ങനെ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ
താങ്ക് യു ഷെമില മാം, താങ്ക് യു. എക്കോ അടിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. ഞാൻ എൻ്റെ ഒരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നിട്ട് എൻ്റെ ടാസ്കും കൂടെ ആയിരുന്നു നിങ്ങൾ ക്ലാസ് എടുത്തുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഞാൻ അങ്ങനെ വീഡിയോഗ്രാഫി അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ആളല്ല. പുള്ളിയോട് പറഞ്ഞില്ല എനിക്കൊരു വീഡിയോ വേണമായിരുന്നു എന്നല്ല. അപ്പൊ ഞാൻ അതും അതാണ് ചിലപ്പോൾ വീഡിയോ മോഡിൽ കണ്ടിട്ട് ഫോൺ എടുത്ത് തിരിക്കുന്നുണ്ടാവും. നമുക്കറിയാത്തൊരു പരിപാടി ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ സെഷൻ ഫുള്ള് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാഅല്ലാ നല്ല സ്റ്റാർട്ടിങ്ങിൽ എവിടെയോ നമ്മൾ പോയിന്റ്, പക്ഷെ നിങ്ങൾ ഉള്ളിൽ നിന്ന് പറയുന്ന സമയത്ത് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയിരുന്നു. ഒരാൾക്കും ഇത് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം സിംപ്ലി എക്സാമ്പിൾ ആയിരുന്നു. വീട്ടിലത്തെ കാര്യങ്ങള്, മക്കളെ കാര്യങ്ങള്, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ, നമ്മൾ സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ, അത് നമുക്കിലൊക്കെ റിലേറ്റബിൾ ആണല്ലോ. അടിപൊളിയായിട്ട് ഫസ്റ്റ് സെക്കൻഡ് തന്നെ ചെയ്തിട്ടുണ്ട്. മാഷാഅല്ലാ, നമുക്കൊരു സന്തോഷം. നമ്മളെ സ്റ്റുഡന്റ്, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അത് മെൻഷൻ ചെയ്യാൻ വിട്ടതായിരുന്നു. ഇവിടെ നിങ്ങളെപ്പോലൊക്കെ യൂണിക് ടോക്ക് വന്ന് കേട്ടിരുന്ന ഒരാളാണ് ഷമീല മാം. മാം പറഞ്ഞ പോലെ ആറാമത് ഏഴാമത് തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മളെ കൂടെ ജേണി ഉണ്ട്. പിന്നീട് ആൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ ആളുള്ളിലുണ്ട് ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഞാൻ എന്റെ അടുത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഷമീല മാം. ഇനി അടിപൊളിയായി തന്നെ നമുക്ക് പോകണം. നെക്സ്റ്റ് ആർക്കാണ് ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ആരാണ് ആദ്യം വരുന്ന ഫീഡ്ബാക്കോ സജഷനോ ഒക്കെ ആയിട്ട്? ദിസ് ഇസ് ഫോർ ഷമീല മാം, ഷമീല മാം, എനിക്കും കൂടെ ഒന്ന് പറയാനുണ്ട്. ഏതായാലും ഞാൻ വീട്ടിലെത്തിയപ്പോ കുറച്ച് ലേറ്റ് ആയി. സെഷൻ ഉണ്ടായിരുന്നു, അപ്പൊ ഇവരൊക്കെ ആയിട്ടുണ്ട്. എന്തോ എക്കോ അടിക്കണത്, ആ ആ ആ എന്താ സീന്? ഇപ്പൊ റെഡിയായോ? എനിക്ക് തോന്നുന്നു ഷമീല മാമിന്റെ അവിടെ അൺമ്യൂട്ട് ചെയ്യുമ്പോ ആവുന്ന തോന്നുന്നു. അല്ല, ഇപ്പൊ ഓക്കെയാണ്, ഇപ്പൊ ഓക്കെയാണ്. അല്ല മാം, ഏതായാലും ലാസ്റ്റിലേക്ക് കുറച്ച് പാർട്ടാണ് ഞാൻ കേട്ടത്. ഏതായാലും ഒരുപാട് സന്തോഷം. മാം ഇങ്ങനെ ഒരു ആ, കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ മാം ഒരു ആക്ഷൻ എടുക്കാൻ ഒരു മടി ഉണ്ടായിരുന്നു. അപ്പൊ ഏതായാലും അത് സ്റ്റാർട്ടായി. ഇനി ഇനി എങ്ങനെ 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 നീക്കോളും ഇൻഷാ അള്ളാ. ഒരുപാട് ഒരുപാട് സന്തോഷം. മാം പറഞ്ഞ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന മനസ്സുമായിട്ടും ഫോർഗിനെസിനെ കുറിച്ചും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ മാം പോയിട്ടുണ്ട്. അതായത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് മാം. ഇതില് നമ്മളെ ഫൗസിയ മാം പല ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ. പഴയ ആൾക്കാർ കുറെ ആൾക്കാർ കയറിക്കില്ലെന്ന്. അടിപൊളി അടിപൊളി. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഏതായാലും മിസ് എന്നാ ബാക്കിയുള്ളവർ സംസാരിച്ചോട്ടെ, ലാസ്റ്റ് പറയാം. താങ്ക് യു മാം. സോറി, ഞാൻ താങ്ക് യു. മ്യൂട്ടായിരുന്നു. നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്ക് ആയിട്ടോ കാര്യങ്ങളൊക്കെ വരാൻ പറയുന്നത്? ആരായിരുന്നു ആദ്യം ഓപ്പർച്യൂണിറ്റി എടുക്കുന്നത്? അഫൽ സാറെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങളൊരു ഒപ്പീനിയനിൽ എന്തെങ്കിലും ആഡ് ചെയ്യാന്? ആരായിരുന്നു? വിളിക്കണോ ആരെങ്കിലും? റഫീഖ് സർ, ജസ്ന മാം, ഖദീജ മാം, സാലിഹ് സർ, ഇസാ മാം, ഷെറിൻ മാം, മുഹസിന മാം, ഹസീൻ. സാലിഹ് എന്ന് പറയുന്നത് എൻ്റെ എന്താ പറയുക, താത്തയുടെ മോനാണ്. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. റമീഷ മാം പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ചോദിച്ചേ കേട്ടു, പിന്നെ കേട്ടില്ല. എനിക്കൊന്ന് നെറ്റ് എന്തോ നെറ്റ് കട്ടായി പോയി തോന്നുന്നു. ആളെ ഇത് കാണില്ലല്ലോ ഇപ്പൊ. ലെഫ്റ്റ് ആയി. ഓക്കെ. നെക്സ്റ്റ് വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരാണ് വരുന്നത്? നമ്മുടെ ബാച്ചിലെ ഫായിദ മാം ഉണ്ടല്ലോ, കഴിഞ്ഞ വീക്കിൽ സംസാരിച്ച ഫായിദ മാം. റമീഷ മാം വന്നിട്ടുണ്ട്. റമീഷ മാം വന്നിട്ടുണ്ട്. മാം പറഞ്ഞോളൂ. അത് നമ്മളെ ഷെഫീഖ്. നെറ്റ് ഇഷ്യൂ ഉണ്ടോ തോന്നുന്നു. നെറ്റ് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. അപ്പൊ ഓക്കെ പറഞ്ഞോളൂ. ആയിട്ടുണ്ട്. ക്ലാസ് അടിപൊളിയായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. ഈ ഡിസിപ്ലിന്റെ കാര്യം അതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അത് നന്നായി നന്നായി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ലാസ്റ്റ് പറഞ്ഞ 3 Ds ഒന്നുകൂടെ പറഞ്ഞു തരുമോ? 3 Ds എന്ന് പറഞ്ഞാൽ ഡിലേ, ഡിസ്റ്റൻസ് ആൻഡ് ഡിസൈഡ്. നമ്മൾ 2 സെക്കൻഡ് ഡിലേ ചെയ്യുക, ഒരു റിയാക്ഷനിലും കൊടുക്കുന്നതിൻ്റെ മുന്നേ, ഒരു എന്താ പറയുക, എന്തൊരു സംഭവത്തിൻ്റെ മുന്നേ നമ്മൾ 2 സെക്കൻഡ് ഡിലേ ചെയ്യുക.
അതേപോലെ നമ്മൾ ഡിസ്റ്റൻസ് ചെയ്യുക എന്ന് പറയാ, നമ്മളൊന്ന് അപ്പുറത്തെ റൂമിലോട്ടോ അല്ലെങ്കിൽ അപ്പുറത്തെ എന്ന് പറയുക ഇമോഷണലായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ നമ്മളൊന്ന് ഡിസ്റ്റൻസ് വെക്കുക. ആ ഒരു ആളുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഒരു സംഭവത്തു നിന്നോ നമ്മൾ ഡിസ്റ്റൻസ് വെക്കുക. പിന്നെ അതേപോലെ എന്നിട്ട് ഡിസൈഡ് ചെയ്യുക. അല്ലാണ്ട് പെട്ടെന്ന് എന്താ പറയുക, ഒരു കാര്യം നടക്കുമ്പോൾ തന്നെ അപ്പം തന്നെ വെട്ടൊന്ന് മുറി 2 എന്ന് ആക്കാണ്ട് നമ്മളൊന്ന് മാറി നിന്ന് 2 സെക്കൻഡ് എടുത്ത് എന്നിട്ട് ഡിസൈഡ് ചെയ്യുക. ഓക്കെ മാം, താങ്ക് യു. ഇത് നെറ്റ് ഇഷ്യൂ ആണ്. ഇത് വീഡിയോ ഓൺ ചെയ്യുമ്പോ കട്ടാവും. കുഴപ്പമില്ല. ഓക്കെ താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ? അസുൽക്ക, ഫൈദ മാം ആദ്യമായിട്ടൊരു ട്രൈ നടത്തുന്ന ആളാണ്. അപ്പോ പറ്റുന്ന രീതിയിൽ ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്ത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിലും പറയാം. സിനിമ പറഞ്ഞോളി. ഞാൻ കേട്ടില്ല, എനിക്ക് വേറൊരു ക്ലാസ്സിലായിരുന്നു, ഇപ്പൊ കയറിയതേ ഉള്ളൂ. അപ്പൊ ഫീഡ്ബാക്ക് കൊടുക്കാതിരിക്കുന്ന പോലെ തോന്നണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ കേറിയപ്പോ കഴിഞ്ഞു. ഇപ്പൊ കേറിയിട്ടുള്ളൂ. ലാസ്റ്റിലേക്ക് ഞാൻ കണ്ടിരുന്നു. ഞാൻ വേറൊരു ക്ലാസ്സിലായിരുന്നു. താങ്ക് യു. ആരെങ്കിലും? ഫൈദ മാം, ലാസ്റ്റിലേക്ക് കയറിയാന്ന് തോന്നുന്നേ. എന്താ പറയാന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. മാം സംസാരിച്ചതിലേക്ക് ഇന്ന് ഞാനിങ്ങനെ ഒരു സെഷന് പോയ സമയത്ത് അവിടുന്ന് കേട്ട ഒരു കാര്യം കേട്ടോ. നമ്മള് മനുഷ്യന്മാരുടെ എവല്യൂഷൻ അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യന്മാര് വന്ന സമയം മുതലേ നമ്മൾ ഹണ്ടർ സൊസൈറ്റിയാണ്. മീൻസ് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു. ആദിമഘട്ടത്തിലെ ഭക്ഷണം വിശക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് എന്തെങ്കിലും മൃഗങ്ങളെയോ എന്തെങ്കിലും അല്ലെങ്കിൽ ചിലപ്പം പച്ചക്കറി ആയിരിക്കാം, അങ്ങനാണെങ്കിലും നമ്മൾ തെരഞ്ഞ് കണ്ടുപിടിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. പക്ഷെ അന്ന് കൂടുതൽ സേവ് ചെയ്ത് വെക്കാനോ അല്ലെ ഫ്രിഡ്ജോ സംഭവം സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് പോവുക, തെരഞ്ഞു പിടിക്കുക, ഭക്ഷണമായിട്ട് കഴിക്കുക. പിന്നെ അടുത്ത സമയം വിശക്കുന്ന സമയത്ത് വീണ്ടും തെരഞ്ഞു പിടിക്കുക. അങ്ങനെ പിന്നീടാണ് അഗ്രികൾച്ചറും ഈ കൃഷിയും സംഭവങ്ങളൊക്കെ തുടങ്ങി. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് എല്ലാത്തിൻ്റെയും സൗകര്യങ്ങളുണ്ട്. സൗകര്യങ്ങൾ വന്ന് നമ്മളെല്ലാ സാധനങ്ങളും ആവശ്യമുള്ളത് വാങ്ങി വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ട് ആവശ്യമുള്ള സമയത്ത് എടുത്ത് കഴിക്കുകയാണ്. പണ്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ലായിരുന്നു. പക്ഷെ വന്ന് നമ്മൾ ഒറ്റൊരു സാധനം മാത്രമായിരുന്നു ഇങ്ങനെ മറ്റുള്ള കോർപ്പറേറ്റ് വേൾഡ് അല്ലെങ്കിൽ മറ്റുള്ളതിലേക്ക് ഡെലിഗേറ്റ് ചെയ്യാത്തത്, നമ്മൾ വീതിച്ചു കൊടുക്കാത്ത ഒരു വർക്ക് മാത്രമായിരുന്നു നമ്മളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരും ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും ചിന്തിക്കാനുള്ളൊരു സംഭവം ഉണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും നമ്മളുടെ തലച്ചോറിന്റെ കാര്യങ്ങൾ ചിലതൊക്കെ നമ്മൾ അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ എത്തിയ സമയത്ത് നമ്മളുടെ തലച്ചോറും ഡെലിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ സ്വന്തമായിട്ട് നമ്മൾ ആദ്യമൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും എഴുതി ഉണ്ടാക്കിയിരുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ അതും ChatGPT-നോട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ചെയ്യുക, അല്ലെങ്കിൽ അത് ചോദിക്കുമ്പോൾ നമ്മളുടെ ചിന്തിക്കുന്ന ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവം. എനിക്ക് ജസ്റ്റ് അതൊന്നും ഇങ്ങനെ ഷെയർ ചെയ്യണം തോന്നി. നമ്മളുടെ മനുഷ്യന്മാർക്ക് ഏറ്റവും മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യന്മാരെ വ്യത്യസ്തമാക്കുന്നത് കാര്യകാരണങ്ങളോടുകൂടി ചിന്തിക്കാനുള്ള കഴിവാണ്. ആ കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്താതിരിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും മൃഗങ്ങളെ പോലെ ആയി പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാരും ഒന്ന് മൈൻഡിൽ വെക്കുക. ഞാൻ ഈ സെഷനുമായി കണക്ട് ചെയ്ത് പറഞ്ഞാലോ, ജസ്റ്റ് അന്ന് അവിടെ നിന്ന് ഇങ്ങനെ കേട്ട സമയം, ഞാൻ ഈ സെഷൻ ലാസ്റ്റിലേക്ക് കേട്ടിട്ടുള്ളൂ. പക്ഷെ അവിടെ ഇങ്ങനെ കേട്ട സമയത്ത് അതൊന്ന് എന്താ പറയാ ഷെയർ ചെയ്യണം തോന്നുന്നു. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ അതിൽ ആഡ് ചെയ്യാനുള്ളത്,
നമ്മള് ഹണ്ടർ സൊസൈറ്റി എന്നുള്ള രീതിയിൽ മാറുന്നതിന് പകരം ഫാമർ സൊസൈറ്റി ആയിട്ട് മാറാൻ ശ്രമിക്കണം. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ഭക്ഷണം തേടി കണ്ടുപിടിച്ച് കഴിച്ച് അങ്ങനെ നടക്കുന്നതിന് പകരം നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വരുമാനം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥിരമായിട്ടുള്ള പഠനവും സ്ഥിരമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റും നമ്മളുടെ ലൈഫിൽ ഒരു പാർട്ടായിട്ട് മാറ്റണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. നമുക്ക് ഇപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഭാവിയിലേക്കുള്ള സംഭവങ്ങളും ഇപ്പോഴേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ളൊരു പാർട്ടും കൂടെ ഒന്ന് മൈൻഡിൽ വെക്കുക. വലിയൊരു സംഭവം ഒന്നല്ല, എന്നാ അവിടുന്ന് ഇങ്ങനെ കേട്ടപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി, അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. പറഞ്ഞ കാര്യം കത്തിണ്ടാവും വിചാരിക്കും എല്ലാവർക്കും. ഏതായാലും എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട വേറെ ആർക്കെങ്കിലും? ഞാൻ ഡ്രൈവിംഗിലാണ്. ഓക്കെ 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 ശ്രീക. ഹണ്ടിങ് നിർത്തി ഫാമിംഗ് തുടങ്ങണം. തലച്ചോറും മനസ്സൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. ഹലോ ഗൈസ്, മിസ്സിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ഞാൻ ഫുള്ള് സെഷൻ കേട്ടില്ല. സെഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ഇല്ല ഇല്ല, ഓക്കെയാണ്. പ്രത്യേകിച്ചായിട്ടൊന്നും ആഡ് ചെയ്യാനില്ല. ഇല്ല, ആള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും മൈൻഡിൽ വെക്കാം. നമുക്കൊക്കെ ഡെയിലി ലൈഫിൽ കണക്ട് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ, അല്ലാണ്ട് മറ്റേതെങ്കിലും ബുക്കത്തെ തീരെടുത്തിട്ട് പറഞ്ഞതല്ല. നമുക്കൊക്കെ നമ്മളെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മളെന്ത് വ്യക്തി ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ചുറ്റുപാടുകളെ മാറ്റാൻ പറ്റും. ഇത് ആൾക്ക് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആള് സംസാരിക്കുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ് അങ്ങനത്തെ പറയുമ്പോൾ ആളൊരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് കയറി പോകുന്നുണ്ട്. അതിന്റെ റീസണ് ആളത് പ്രോപ്പറായി ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. നമ്മളൊക്കെ സെൻസൈക്കോ പറയാറുണ്ട്, നമ്മളൊരു കാര്യം ചെയ്യുന്നത് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഹൃദയമാണ് സംസാരിക്കുക. നമ്മളെന്താ വ്യക്തിനെക്കായി, നമ്മളെ അറിവിനെക്കായി നമ്മളെ ഹൃദയം ഓപ്പൺ ആവും. ആ ഒരു സംഭവം അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരും അതിന്റെ ബ്യൂട്ടി ആളെ എല്ലാ തരത്തിലും വെച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളെ റിലേഷൻഷിപ്പിനായാലും നമ്മളെ ഇരിക്കുന്ന സ്റ്റേറ്റിനായാലും എല്ലാത്തിനും അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതെല്ലാവരും മൈൻഡിൽ വെക്കുക. ഞാനെന്ന വ്യക്തി അടിപൊളിയാവല് അത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ ചുറ്റുള്ളവർക്കൊക്കെ ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്ത്, നമ്മൾ അടിപൊളി, എൻ്റെ മോള് നന്നായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മോൻ നന്നായിരുന്നില്ലെങ്കിൽ, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് നന്നായിരുന്നെങ്കിൽ അവർക്ക് ആഗ്രഹിക്കാം. അതിനപ്പുറത്തേക്ക് നമ്മൾ ആവശ്യമാണത്. ഈ ലോകത്ത്, നമ്മളെ കുടുംബത്തിൽ, നമ്മളെ സൊസൈറ്റിയിൽ നമ്മൾ എന്ന വ്യക്തി ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഏറ്റവും നല്ലൊരാളായിട്ടിരിക്കുക എന്നുള്ളത് നമ്മൾ ആവശ്യമാണ്. വേറെ ഒരാൾക്കൊന്നും നിർബന്ധമില്ല. നമ്മൾ ആവശ്യമായിട്ട് നമ്മൾ കൊണ്ടെടുക്കണം. എവിടെ ആണെങ്കിലും, ആരെടുത്താണെങ്കിലും, എന്ത് കാര്യത്തിലാണെങ്കിലും. അപ്പൊ അത് മൈൻഡിൽ വെക്കാം. നമ്മൾ ഇന്ന് നമ്മളെ മൈൻഡ്, നമ്മളെ ഹാർട്ട് ഓക്കെ ആക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ. പിന്നെ 3D എന്ന് പറഞ്ഞല്ലോ. ഇന്നിപ്പോ സെഷനിൽ എന്തൊക്കെ മറന്നിട്ടുണ്ടെങ്കിലും അതാരും മറക്കൂല. നമ്മൾ ഈ പറഞ്ഞ കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാലും ആ 3D എന്താന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ ഈ കീവേഡ്സിന്റെ ഒരു പവറാന്ന് പറയും. ഡിസൈഡ്, ഡിലേ, ഡിസ്റ്റൻസ്, ഡിസൈഡ്. അതാണ് ആള് പറഞ്ഞത്. ഞാനും ഫുള്ള് ആ സമയത്ത് ഞാൻ ഫോണിൽ, നിങ്ങൾ റെക്കോർഡിങ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ ഫോണിലൂടെ വീഡിയോ എടുക്കായിരുന്നു. പക്ഷെ ഞാൻ ആ സാധനം കേട്ടിട്ട് എന്റെ മൈൻഡിലുണ്ട്. അപ്പോ ഇത് ആളെ ഫസ്റ്റ് സെഷനാണ് കേട്ടോ. അതും കൂടെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയട്ടെ, ആളെ ഫസ്റ്റ് സെഷനാണ്. അതുകൊണ്ട് ചിലപ്പോൾ അതിന്റെ ഒരു ചില ടെക്നിക്സ് നമുക്ക് വാക്ക് കിട്ടാത്ത പ്രശ്നമൊക്കെ വരും. പക്ഷെ നമ്മൾ അത് ആളെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വന്നില്ലാണ്. പക്ഷെ ഷെമില പറഞ്ഞിരിക്കാം, ഞാൻ എടുക്കൂല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എടുക്കൂല കേട്ടോ, എനിക്ക് പറ്റൂല കേട്ടോ, ഞാൻ ചെയ്തൂല കേട്ടാന്ന്. അപ്പൊ ഷെമീല മാമിന്റെ ഗ്രോത്തിന് ഷെമീല മാമോട് സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആളെ ലിമിറ്റേഷൻ വെച്ചിട്ട് ആളെ ക്ലാസ് എടുത്താണ്. നമുക്കറിയാത് ആളുടെ പക്ഷെ ആൾക്ക് ലിമിറ്റേഷൻ ഇല്ല എന്നുള്ള നമുക്ക് അതിനേക്കാൾ ബെസ്റ്റ് അറിയാം. കാരണം UAE ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്, മക്കളെ നോക്കുന്നുണ്ട്, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറെ മൾട്ടി റോളുകൾ ചെയ്യുന്ന ഒരാളാണ്. നമ്മൾക്ക് സംസാരിച്ചു കഴിഞ്ഞാലും കുറെ അനുഭവങ്ങളില്ല. നമ്മൾ ഈ എന്താ പറയാ, നമ്മളെ എന്ത് കാര്യത്തിനൊക്കെ നമ്മളെ എക്സ്പീരിയൻസ് ആണ് നമ്മളെ വലുതാക്കാന്ന് പറയുമല്ലോ. അങ്ങനെ ഒരുപാട് ലൈഫ് ലെസൺസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആൾ സംസാരിക്കുമ്പോൾ എന്തായാലും ആ കൊല്ലം ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുത്ത ആള് മുന്നോട്ട് വന്നു. അപ്പൊ അതിന് നമ്മൾ എല്ലാവരും ബെസ്റ്റായി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആള് അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ആണെന്നല്ല ഇവിടെ ആർക്കും ഒരു വിഷയം. ആള് ടോക്കൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല, നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഞങ്ങളെ സ്റ്റുഡന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ കോൺഫിഡന്റ് ആണ്. നിങ്ങൾ ആരും ഇല്ലെങ്കിലോ, ഇത് പ്രൊമോഷൻ എന്നല്ല കേട്ടാ, ജസ്റ്റ് പറഞ്ഞ പോലെ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുക. ആളൊരു ആഗ്രഹമായിരുന്നു ഒരു ട്രെയിനർ ആവാം, അങ്ങനത്തെ ക്ലാസ് ഒക്കെ എടുക്കാന്നില്ല. അപ്പൊ നമുക്ക് പലതും ഇഷ്ടമാണ്. ആ സമയത്ത് നമ്മളും ചിലത് ആഗ്രഹിച്ച് ചില കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നില്ലല്ലേ. ജസ്ന മാം പറയുന്നുണ്ട് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നിയിട്ടില്ല എന്ന്. ഓക്കെ, അതാണ് പവറ്. അതാണ് മാഷാ അടിപൊളി. ഫസ്റ്റ് ടൈം പോയിട്ട് അപ്പൊ ആളെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും നമുക്ക് ആവശ്യമുള്ളതാണോ ഒരു ഡിലേ വരുത്താ, ഡിസ്റ്റൻസ് ഇടുക, നമ്മൾ ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോവുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള സോൾസ്. നമുക്ക് എല്ലാവർക്കും സ്റ്റെക്ക് വരും, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന തെറ്റിപ്പോവും. റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. വീണെടുത്തത് നമ്മൾ വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഇന്ന് ഞാനല്ല കേട്ടോ സെഷൻ എടുത്ത്, അറിയാണ്ട് എങ്ങോട്ടോ കയറിപ്പോയതാണ്, സോറി. നെക്സ്റ്റ് ആരെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്തെങ്കിലും?
എനിക്ക് എന്താ പറയുക, അഫ്സൽ സാർ ഉള്ള സമയത്ത് തന്നെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്താ പറയുക, ഞാൻ വളരെ സ്റ്റക്കായിട്ടുള്ളൊരു സമയത്ത് നിന്നാണ് അഫ്സൽ സാറ് ഈ ഒരു എന്നെ ഇങ്ങോട്ട് എത്തിച്ചത്. അത് ചിലപ്പം അഫ്സൽ സാർ എനിക്ക് ടൂൾ ഇട്ട് തന്നിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ആ ടൂൾ ഇട്ട് തന്ന ഒരു ടൂൾ എന്ന് വെച്ചാൽ ഫൊഗിവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും മെഡിറ്റേഷൻ ആണെങ്കിലും അതൊക്കെ ഈ ഒരു കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത്, എൻ്റെ ഔട്ട്ലുക്ക് ഓഫ് ലൈഫ് ചേഞ്ചായി എന്നുള്ളത് ഭയങ്കര കാമായി. എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാനും എന്താ പറയുക കൊണ്ടു നടക്കാനും പറ്റുന്നുണ്ട് എന്നുള്ള അതിൽ ഞാൻ വളരെയധികം വലിയ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതാണ്. അപ്പോൾ അഫ്സൽ സാറിന് ഒന്നും കൂടെ ഞാൻ സാർ ഇവിടെ ഉള്ള സമയത്ത് ഒന്നും കൂടെ പറയാമെന്ന് വിചാരിച്ചു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. ഇൻഷാല്ലാ. അല്ല മാമിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് മാം എല്ലാ സമയത്തും കഴിയുന്നിടത്തോളം നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കും. മീൻസ് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അതെന്ത് സ്ട്രെക്നെസ് ആണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എല്ലാ മനുഷ്യന്മാരുടെ ലൈഫിലും പല രീതിയിലുള്ള മീൻസ് നമുക്ക് ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുള്ള തളർച്ചയൊക്കെ പല സാഹചര്യങ്ങളും അതിന്റെ ഇടയിൽ പാരന്റ്സിന് കുറച്ച് സ്ട്രെക്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അതിൽ നമുക്ക് റീകട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ മാമിന് ശരിക്കും നമ്മൾ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ, പൊതുവെ നമ്മളോട് പരിഗണിക്കാതെ ചില കാര്യങ്ങൾ പൊതുവെ നമ്മൾ പറയാ അഫ്സൽ സാർ എന്തോ റേഞ്ച് ഇഷ്യൂ കാരണം ലെഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ തിരിച്ചു വരുമായിരിക്കും. ഇന്നലെ ക്ലാസ്സിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, എന്താ വിഷയം എന്നറിയില്ല. വേറെ ആരെങ്കിലും ഫീഡ്ബാക്ക് ആഡ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് പോയിന്റ്സ് ആയി തോന്നിയതോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുള്ളത് ഉണ്ടാവും? ഓ, തിരിച്ചു വന്നിട്ടുണ്ട്. അഫ്സൽ സാർ കണ്ടിന്യൂ ചെയ്തോളൂ. ഇല്ല, ഒന്ന് സ്റ്റെക്കാണ് കേട്ടോ. നമ്മളോട് ചെയ്യുന്ന തെറ്റായിട്ട് നമ്മൾ ചെക്കാ ഇപ്പൊ ഓക്കെയാ? ഇപ്പൊ ഓക്കെയാ? സോറി ഗൈസ്. റെഡിയാ? വോയിസ് ഓക്കെയാ? മറ്റേ വീഡിയോ സ്റ്റെക്കാ? ആളെ പോയോ? സാറില്ല. നെക്സ്റ്റ് ആരെങ്കിലും ഫീഡ്ബാക്ക് ആഡ് ചെയ്യാനുള്ളത് ഉണ്ടാവും? സാർ ഇപ്പം ജോയിൻ ചെയ്യും, അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഇതുപോലെ പോയിന്റ്സ് ആഡ് ചെയ്യാനോ? ഇവിടെ എനിക്ക് കുറെ പുതിയ പേരുകൾ കാണുന്നുണ്ട്. നമ്മൾ സെഷൻ ഇങ്ങനെയാണ് ട്ടോ മുന്നോട്ട് പോകാറില്ലേ. അതായത് നമ്മൾ ക്ലാസ് എടുത്ത ശേഷം നമ്മൾ പോയിന്റ്സ് പറയും, നിങ്ങൾ പോയിന്റ്സ് പറയും, അങ്ങനെ ഒന്നിച്ചൊരു ഡിസ്കഷൻ മോഡിലാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾക്കും ഇവിടെ സംസാരിച്ച് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാക്സിമം ഇത് ബെസ്റ്റായി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓരോരുത്തരും ചിലരൊക്കെ ഉണ്ടാവലുണ്ട്. ആദ്യം ആരോ പറയാൻ വന്നോ? ആരായിരുന്നു? ഇവിടെ മടിച്ചിരിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മളാരും Audible ആണോ? ഓഡിയബിൾ ഓക്കെ. ഓക്കെ. വീണ്ടും സോറി ഗൈസ്, എന്താ അവിടെ സംഭവിച്ചെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു വൈഫ് അപ്പുറത്തെ റൂമിൽ നിന്നെന്തോ കാര്യമായിട്ട് വൈഫൈ വലിച്ചു ഊറ്റുന്നുണ്ട് തോന്നുന്നു. എന്തോ കട്ടായി പോയി, സോറി. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളോട് ചെയ്യുന്ന തെറ്റുകളിലേക്ക് ഗണിക്കപ്പെടാത്ത ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞ പൊതുവെ നമ്മൾ ചിന്തിക്കുക നമ്മൾ നമ്മളെ പറ്റി കുറ്റം പറയുന്നതും അതേപോലെ നമ്മൾ നമ്മളുടെ ശരീരത്തെയും അല്ലെങ്കിൽ എന്തെങ്കിലും ദുശ്ശീലങ്ങൾ ഉണ്ടാവില്ല, എന്തെങ്കിലും ഡ്രഗ്സോ ആൽക്കഹോളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമേ നമ്മളോട് ചെയ്യുന്ന തെറ്റായിട്ട് നമ്മൾ പരിഗണിക്കാറുള്ളൂ. അതിലേക്ക് ശരിക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയം വേസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇപ്പം പലരും ഇപ്പൊ മാം ഇന്ന് ചെയ്തത് എന്താ, മാം ഒരു ദുശ്ശീലത്തെ കവർ ഔട്ട് ചെയ്തതാണ് ഇന്ന് ചെയ്തത്. ഇപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സമയത്ത് ഞാനിങ്ങനെ ഗ്രൂപ്പിൽ ഇന്ന് ആരെങ്കിലും സെഷൻ എടുക്കാൻ റെഡി ആണോ എന്ന് ചോദിച്ചപ്പോൾ മാം ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴേക്ക് അത് മാം കൈ പൊക്കി വന്ന് ഞാൻ ചെയ്യാം സാറേ, ഞാൻ ഇന്ന് ശ്രമിച്ചു നോക്കട്ടെ, എനിക്കിത് സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ ഇടയിൽ
ഫാമിലിയിൽ അസുഖമൊക്കെ ആയിട്ട് ഡിലേ ആയി പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത്, അപ്പൊ ശരിക്കും ആ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗപ്പെടുത്തുന്നതും നമ്മളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് ശരിക്കും ഒരു എന്താണ് നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ഒരുപാട് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ലൈഫിൽ ഉപയോഗപ്പെടുത്താതെ എനിക്കൊന്നിനും പറ്റൂല, എനിക്കൊന്നിനും കഴിയുന്നില്ല, ഒന്നും തുടങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ എല്ലാ സമയവും നമ്മൾ റീലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തം കഴിവുകളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതേപോലെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക, സ്വയത്തെ കുറ്റപ്പെടുത്താതിരിക്കുക. ലൈഫിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ചെറിയ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള ഒരു ശ്രമം അപ്പോഴും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം. അത് തന്നെ ആരെങ്കിലും ഇപ്പം ഏത് റൂട്ടാണ് സഞ്ചരിക്കേണ്ടത്, അടുത്ത വർഷത്തേക്കായിട്ട് ഒരു വിഷൻ സെറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വരുന്ന ആഴ്ച ഡിസംബർ 7-ാം തീയതി നമ്മളുടെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. ക്ലാരിറ്റി ബോർഡ് എന്നൊരു ചെറിയൊരു 3 മണിക്കൂറിലൊരു ഒരു പ്രോഗ്രാമാണ് ഓൺലൈനായിട്ട് സൂമിൽ നടക്കുന്നത്. ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ മിസ്ന താഴെ നമ്പർ മെൻഷൻ ചെയ്തേക്ക്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോട്ടെ. വലിയ പേയ്മെന്റ് ഉള്ളത് ചെറിയ പേയ്മെന്റിൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ. ഏതായാലും ഇവിടെ നന്ദി, താങ്ക് യു സോ മച്ച്. ഇനിയും മാം വീണ്ടും ആക്ഷൻസ് എടുക്കുക. ആക്ഷൻസ് എടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ മാമിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ആക്ഷൻസ് എടുത്ത് തുടങ്ങാം. താങ്ക് യു സോ മച്ച്. മസ്ലുക്ക വീഡിയോയിൽ വന്നിക്കല്ലോ. മസ്ലുക്ക ഓക്കെ, വീട്ടിലെത്തി. സ്റ്റോപ്പ് ചെയ്താ തോന്നല്ലോ. അല്ല, വീട്ടിലെത്തി. ഓക്കെ ഞാനൊരു ഫ്ലോയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ഒക്കെ പിന്നെ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ക്ലാസ് പിന്നെ വളരെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. കാരണം ആ ഒരു ഫ്ലോയില് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ നാടൻ ഭാഷയിൽ തന്നെ അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ആളുകൾക്ക് മനസ്സിൽ കയറുന്ന രീതിയിൽ. പിന്നെ അതിൽ രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, പിന്നെ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ വന്നൊരു വാക്കുണ്ട്, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. എന്താ പറയാന്നുള്ളൊരു വാക്ക്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണ്. എന്താ പറയാന്നുള്ളൊരു വാക്കുണ്ടല്ലോ. എന്താ പറയാ മനസ്സിലായില്ല? ക്ലിയർ ആയിട്ടില്ല? മനസ്സിലായി. ആ വേർഡ് ആവർത്തിച്ചു, കാരണം മലപ്പുറമാണ് എനിക്ക് തോന്നുന്നത് അവരല്ലേ. മലപ്പുറം. അതാണ് മലപ്പുറം ഭാഷയിലുള്ള ഒരു സംഗതിയാണ്. എന്താ പറയാ എന്ത് പറയുമ്പോൾ നമ്മളതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വരുമ്പോ അതൊരു ആവർത്തനമായിട്ട് വരുന്നുണ്ട്. ആ വേർഡ് ഒന്ന് മാറ്റി നിർത്തിയാൽ ബാക്കി ഒക്കെ ഓക്കെയാണ്. അതായത് മലപ്പുറത്തേക്കുള്ള സ്ലാങ്ങിൽ വരുന്നതാണ്. കാരണം നമ്മൾ എന്ത് സംസാരിക്കുമ്പോൾ എന്താ പറയാ എന്നിങ്ങനെ പറഞ്ഞു പോകും. ഒരു നാടൻ അതൊന്ന് മാറ്റിയാൽ മതി. അത് ആവർത്തിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ഓരോ വാക്ക് പറയുമ്പോൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അറിയാണ്ട്. അതെന്നെ പഠിപ്പിച്ച ഈ ടീമാട്ടോ. നിങ്ങളെ കൂടെ കൂടിയപ്പോഴാണ് കുറെ മലപ്പുറത്തുകാരെ പരിചയപ്പെട്ട് എന്നപ്പാണ് ഈ സ്ലാങ് മനസ്സിലാക്കി. അറിയാണ്ട് വീണ്ടും വന്നു അത് നമ്മൾ പറയണ്ടേ 1000 കോയിക്ക് അരക്കാടാണ്, അതുപോലെയാണ് വിസ്ന. ഓക്കെ, അൽഹംദുലില്ലാ ഒക്കെ ഉഷാറായിരുന്നു. പുതിയ ആളുകളൊക്കെ വരുന്നു വരട്ടെ, ഇതുപോലെ ക്ലാസ് എടുക്കാൻ പുതിയ ആളുകൾ ഓരോ ആഴ്ചയും വരട്ടെ. ഒരു ധൈര്യമായിരിക്കും, മാറിയിരിക്കുന്ന ആളുകൾക്ക് ഒരു ധൈര്യം വരും. എന്തായാലും പുതിയ ആളുകൾ വരും. ഈ ആഴ്ച ഞാൻ ചെയ്യണം. ഇനി വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ ക്ലാസ്സുള്ള ദിവസങ്ങളിൽ അഫ്സൽ സാറ് പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതി, ഓഫീസിൽ ഇരുന്നാ മതി. അല്ല, ടൗണിൽ ഓഫീസിൽ നിന്നേ അവിടെ ആവുമ്പോ നല്ല വൈഫൈ ഉണ്ടാകുമല്ലോ. ഡാറ്റ ആരും പറ്റൂല. ഇതാവുമ്പോ വീട്ടിലെത്തുമ്പോ ഡാറ്റ പറ്റി പോവുമല്ലോ. എന്തായാലും സന്തോഷം. എന്താ പറയാന്നില്ല, ചിലപ്പോ മലപ്പുറം ആള് നമ്മള് UAE പുറത്ത് നിൽക്കുന്ന സമയത്ത് മലയാളീസിനെ കണക്ട് ചെയ്യുന്നതും കുറവാവുമല്ലോ. അപ്പൊ നമുക്ക് അവസരം കിട്ടുമ്പോ ചിലപ്പോ ഈ സംഭവം റിപ്പീറ്റഡ്ലി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു സാധ്യത കൂടെ ഉണ്ടാവും. ആളെന്തായാലും
അത് ഓൾറെഡി ഞാൻ കുറെ മലപ്പുറം ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ അത് ഓട്ടോമാറ്റിക് കുറെ നാടൻ ഭാഷയിൽ വന്നു പോകുന്ന അറിയാണ്ട്. കാരണം നമ്മളോരോ ശൈലി ഉണ്ടല്ലോ. ഉം, ഉം, ഉം. അപ്പൊ അല്ല, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, ഒരുപാട് ആളുകൾ പല ആളുകൾ ഉണ്ടാവുമ്പോൾ റിപ്പീറ്റഡ് വേർഡ് വരുമ്പേ മനസ്സിലായി. ആ അല്ല, ഞാൻ പറഞ്ഞത് ആള് പുറത്താണല്ലോ, ആള് ആ ഷാർജയിലാണ്. അപ്പം ആ അവിടെ സ്റ്റുഡൻസിന് മലയാളീസ് അല്ലല്ലോ ഉള്ളത്. ആ പിന്നെ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള കംപ്ലീറ്റ് പുറത്തു വരിക എന്ന് പറയൂലേ, ആ ആ വന്നതാവാം. ആൾ ഓക്കെ ഇമ്പ്രൂവ് ചെയ്തോളൂ ഇൻഷാല്ലാ. ഓക്കെ ഓക്കെ. താങ്ക് യു. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടോ? ഇതാലോ, ഏകദേശം 9 മണി കഴിഞ്ഞല്ലോ. ആരെങ്കിലും ഉണ്ടായിരുന്നോ ഫീഡ്ബാക്കോ സജഷനോ ഇംപ്രൂവ്മെന്റ്സോ എന്തെങ്കിലും ആയിട്ട് ആഡ് ചെയ്യാൻ? ഇല്ലാന്ന് തോന്നുന്നല്ലേ. ജസ്ന മാം, അങ്ങനെ കുറെ ആൾക്കാർ സ്റ്റാർട്ടിങ്ങിലേ കണ്ടിട്ടുണ്ടായിരുന്നു. ഫാദിയ മാം, ഖദീജ മാം, സഹീറ മാം, ഫായിദ മാം, ഹലീമ മാം, എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നല്ലേ. ഓക്കെ, നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ശനിയാഴ്ച ഇതുപോലെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. രാത്രി 8 മണിക്ക് തന്നെ യൂണിറ്റ് ടോക്ക്. പിന്നെ ക്ലാരിറ്റി ബോർഡ് നമ്മളൊരു വർക്ക്ഷോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഡിസംബർ 7-ാം തീയതിയാണ് വരുന്നത്. അഫ്സൽ സലോട്ട് മെൻഷൻ ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. നമ്പർ ഇപ്പൊ പറയാം. ആർക്കെങ്കിലും ആ പ്രോഗ്രാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ 81 370 239 നമ്പറിൽ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഈ നമ്പർ ഇങ്ങനെ വോയിസ് ആയി പറയാൻ കാരണം ചിലപ്പോൾ യൂട്യൂബിൽ വരെ റെക്കോർഡിങ്സ് കാണുന്നവരൊക്കെ ഉണ്ടാവും. അവർക്ക് ഇപ്പോൾ ചാറ്റ് കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിലും വരിക. എന്തായാലും നമുക്ക് ഒന്നിച്ച് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകും. താങ്ക് യു. ലീവ് ചെയ്തോളൂ.